അവരെക്കാൾ താഴെയുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖിനെ, CM മടവൂരിനെ, റിഫായി ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നല്ലവരായി മാറുന്നത് എങ്ങനെയാണ്? നമ്മൾ കുറച്ചൊക്കെ ചിന്തിച്ചാൽ മതി. ഒന്ന് കേട്ടിട്ട് ഒന്ന് വീട്ടിൽ പോയി ഇരുന്നിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് സുന്നി അവിടെ കിടക്കട്ടെ, മുജാഹിദൊക്കെ അവിടെ കിടക്കട്ടെ, എന്റെ ദീൻ, എന്റെ പടച്ചോന, എന്റെ സ്വർഗം, എന്റെ നരകം, എന്റെ ഖബർ, എന്റെ ബർസഖ് എന്ന് വെച്ചാൽ അവനവനൊന്നിരുന്നാലോചിച്ചു നോക്കി. ലോകത്ത് വന്ന അമ്പിയാക്കന്മാര് നമ്മൾ പഠിപ്പിച്ച സന്ദേശം അതായിരുന്നു. ഞങ്ങളെല്ലാം റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു നബിമാര്. നമ്മളെ നാട്ടിലൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ വാദമാണെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചവര് പോലുണ്ട്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ ഒരു KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ്. അത് ആടിപ്പാടി എത്തിയാ എത്തി, കിട്ടിയാ കിട്ടി. അള്ളാഹുവല്ലാത്തോരോട് പ്രാർത്ഥിച്ചാൽ ബെൻസ് കാറിൽ പോണ പോലെയാണ്. അത് വേഗത്തിൽ അവിടെ എത്തും. ആരാതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഭയങ്കര ഇൽമുണ്ട് എന്ന് പറയുന്ന ബിരുദങ്ങളൊക്കെ ഉള്ള മനുഷ്യന്മാരാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാർ വിചാരിച്ചു നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മക്ബറിന്റെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞ് ആ ഷെയ്ഖിന്റെ പൊരുത്തും ബർക്കത്തൊക്കെ കിട്ടി, എന്നിട്ട് അത് നേരെ അങ്ങോട്ട് പടച്ചോനക്ക് എത്തുമ്പോഴേ ശരിയാകുള്ളൂ. ഈ സന്ദേശം വന്നപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇടപെട്ടു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം സൂറത്തു നൂഹ് എന്ന് പറയുന്ന അധ്യായം ഒന്ന് വായിച്ചു നോക്ക്. നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ മഹാന്മാരായ വദ്, സുവാഅ്, യഗൂത്ത്, യഊഖ്, നസ്ർ ഇവരെ വിളിച്ചാരാധിക്കും, പ്രാർത്ഥിക്കും. ഇവരോടായിക്കൊണ്ട് സങ്കടങ്ങളെല്ലാം പറയുന്ന കാലം വന്നു. നമ്മൾ നേരിട്ട് പറയാൻ പറ്റൂല, നമ്മൾ മഹാന്മാരോടൊക്കെ ചോദിക്കണം. നൂഹ് നബി അലൈഹിസ്സലാം അന്ന് തൗഹീദ് സംസാരിച്ചു. അവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് രാത്രി പറയും, പകല് പറയും, ഉച്ചത്തിൽ പറയും, ശബ്ദം കുറച്ചു പറയും. കിട്ടുന്ന വേളയിലെല്ലാം 950 കൊല്ലം പറഞ്ഞു കൊടുത്തു. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ, അല്ലാഹ് പാപങ്ങളെല്ലാം പുറത്തു തരും. അപ്പൊ നാട്ടിലത്തെ ആൾക്കാർ പറയും, നിങ്ങൾ എന്തിനാ നൂഹ് പലതും പറഞ്ഞോട്ടെ, നൂഹ് അങ്ങനെ പറഞ്ഞോട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ മഹാന്മാരെ വിടണ്ട, അവരോട് പ്രാർത്ഥിച്ചോളൂ. വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാ വലാ യഗൂസ വയഊഖ വനസ്റാ. നമ്മൾ ഏതിന്റെ കൂടെ നിൽക്കണമെന്ന് ആലോചിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണോ, നൂഹ് നബി അലൈഹിസ്സലാം നൂഹ് നബിനെ എതിർത്തിരുന്ന ആളുകളുടെ കൂടെയാണോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ ഓരോ അമ്പിയാക്കന്മാരുടെയും ചരിത്രത്തിൽ ഇങ്ങനെ പോന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന നിലപാട് എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ എത്ര വഴി ദൂരം സഞ്ചരിച്ചു പോയിട്ടുണ്ട്? ഞാൻ വിശ്വസിച്ച, ഞാൻ കൊണ്ട് നടക്കുന്ന ആദർശാനുഷ്ഠാനങ്ങൾ എന്റെ സ്വർഗം കിട്ടാനുള്ള